നമസ്കാരം. ഇൻഫോ സയൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ എക്സ്പെരിമെൻ്റ് ആണ്. റെക്ടിഫയർ കൺസ്ട്രക്ട് ചെയ്യുകയും അതിൻ്റെ ഫിൽറ്റർ യൂസ് ചെയ്തും യൂസ് ചെയ്യാതെയും അതിൻ്റെ റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കുകയും എന്നതായിരിക്കും ഇന്നത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നതെന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ്, അതുപോലെ നമുക്ക് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും, പ്രൊസീജിയർ എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യമായി ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ എയിമിലോട്ട് പോവുകയാണ്. എയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. The aim of the experiment is to construct a low voltage half wave rectifier and to calculate its ripple factor with and without filter. ഫിൽറ്റർ യൂസ് ചെയ്തുകൊണ്ടും യൂസ് ചെയ്യാതെയും കൺസ്ട്രക്ട് ചെയ്യുന്ന ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കുക. യൂസ് ചെയ്യുന്ന ഫിൽറ്റർ എന്ന് പറയുന്നത് കപ്പാസിറ്റർ ഫിൽറ്റർ ആയിരിക്കും. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ അപ്പാരറ്റസ് റിക്വയർഡ് നോക്കുവാണ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻലി ആവശ്യമായിട്ട് വരുന്നത് സ്ട്രിപ്പ് ബോർഡ്, 1N4007 എന്ന് പറയുന്ന നോർമൽ PN ജംഗ്ഷൻ ഡയോഡ്, കപ്പാസിറ്റർ 1000 മൈക്രോഫാരൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, 0.1 മൈക്രോഫാരൻ്റെ ഒരു സെറാമിക് കപ്പാസിറ്റർ, മൾട്ടിമീറ്റർ, സോൾഡറിങ് അയൺ, ട്രാൻസ്ഫോമർ, റെസിസ്റ്റൻസ് ബോക്സ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്ട്രിപ്പ് ബോർഡിൽ സോൾഡറിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും. ബ്രെഡ് ബോർഡ് യൂസ് ചെയ്തുകൊണ്ടും സെയിം സർക്യൂട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രിപ്പ് ബോർഡിൽ സോൾഡർ ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ തിയറി ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. ഈ ഒരു എക്സ്പെരിമെൻറ്റ് തിയറി എന്ന് പറയുന്നത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അപ്പോൾ ഒരു PN ജംഗ്ഷൻ ഡയോഡിൻ്റെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റെക്ടിഫിക്കേഷനുമാണ്. അപ്പോൾ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്മളൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രൈമറിൽ വരുന്ന 230 വോൾട്ട് AC ആദ്യം 12 വോൾട്ട് AC ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. ദെൻ ആ ഒരു AC ആയിരിക്കും നമ്മൾ ഡയോഡിൽ കൂടി കടത്തി വിടുന്നത്. അപ്പോൾ ഇതൊരു ഹാഫ് വേവ് റെക്ടിഫയർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു AC സിഗ്നൽ എന്ന് പറയുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾസും ഉണ്ടാവും. ഇതിപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിലായതുകൊണ്ട് നമുക്ക് അതിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അവിടുത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിളെല്ലാം ക്ലിപ്പ് ഓഫ് ആയിട്ട് പോവുകയും ചെയ്യും. ഇതാണൊരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ വർക്കിംഗ് ആയിട്ട് നമുക്ക് വരുന്നത്. ദെൻ അതിൻ്റെ റിപ്പിൾ ഫാക്ടർ ആറിൻ്റെ വാല്യൂ ആയിരിക്കും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു VAC ബൈ VDC ആണ്. അതായത് വോൾട്ടേജ് AC വോൾട്ടേജ് ഡിവൈഡ് ബൈ DC വോൾട്ടേജ് നമ്മൾ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ നമുക്ക് രണ്ട് സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ മെയിൻലി ആവശ്യമാണ്. ബട്ട് രണ്ട് സർക്യൂട്ട് ഡയഗ്രാം നമുക്ക് ഏകദേശം സിമിലാരിറ്റി ഉള്ള സർക്യൂട്ടാണ്. കാരണം നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നതിൽ നമ്മൾ ആ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റി, ഞാനിപ്പോൾ ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നു. ഫിൽറ്റർ യൂസ് ചെയ്യാത്ത സർക്യൂട്ടിൽ നമ്മളവിടെ ഈ ഒരു കപ്പാസിറ്റർ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടായിരിക്കും എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സർക്യൂട്ടിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമർ ആണ്, ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. 230 വോൾട്ട് AC 12 വോൾട്ട് AC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോമറാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഒരു ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഡയോഡിന് നിന്ന് നമ്മളവിടെ ഒരു കപ്പാസിറ്റർ, ദാറ്റ് ഈസ് ദ ഫിൽറ്റർ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നു. ദെൻ ലോഡ് റെസിസ്റ്റർ, നമ്മളൊരു ലോഡ് റെസിസ്റ്ററായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആയിരിക്കും. നിങ്ങൾക്കത് ഒറ്റ സെറ്റ് വാല്യൂ മാത്രം മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ 1 കിലോ ഓമിൻ്റെ റെസിസ്റ്ററും അവിടെ യൂസ് ചെയ്യാം. ബട്ട് നമ്മളിപ്പോൾ ഒരു റേഞ്ച് ഓഫ് വാല്യൂസിൽ റിപ്പിൾ ഫാക്ടർ കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബോക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ റെസിസ്റ്റൻസ് ബോക്സിനും കപ്പാസിറ്ററും എക്രോസ് ആയിട്ട് നമ്മളൊരു VDC മെഷർ ചെയ്യാനായിട്ട് ഒരു ഓൾട്ട്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം അതിൽ നിന്ന് നമ്മളൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു കപ്പാസിറ്റർ എക്രോസ് ആയിട്ടായിരിക്കും നമ്മൾ VAC ഡിറ്റർമിൻ ചെയ്യുന്നത്, അതായത് AC വോൾട്ടേജ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു റെക്ടിഫയർ സർക്യൂട്ട് വിത്ത് ഫിൽറ്ററിൽ വരുന്നത്. ഇനി ഇതിൻ്റെ വിത്തൗട്ട് ഫിൽറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം സെയിം തന്നെയാണ്. ബട്ട് അവിടെ നമുക്ക് C എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ നമ്മളവിടുത്തെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതാണ് അവിടുത്തെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ അവിടുത്തെ ഫിൽറ്റർ സർക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഫിൽറ്റർ കമ്പോണൻ്റ് ആയിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെങ്കിൽ റെക്ടിഫയർ സർക്യൂട്ട്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. കപ്പാസിറ്റർ ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റും, ഇൻഡക്ടർ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു കപ്പാസിറ്റർ ഫിൽറ്ററാണ്. അടുത്ത നമുക്കിത് ഒബ്സർവേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് സെറ്റ് വാല്യൂസ് ആയിരിക്കും ഇവിടെ എടുക്കേണ്ടി വരുന്നത്. കാരണം ഒന്നെന്ന് പറയുന്ന ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് റിപ്പിൾ ഫാക്ടർ കാൽക്കുലേഷൻ ചെയ്യാനും മറ്റൊന്ന് ഫിൽറ്റർ യൂസ് ചെയ്യാതെ അവിടെ റിപ്പിൾ ഫാക്ടർ കാൽക്കുലേഷൻ. നമ്മൾ ഇന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഈ ഒരു വീഡിയോയിൽ കണ്ടക്ട് ചെയ്യുന്നത് 1000 ഓമിനായിരിക്കും, അതായത് 1 കിലോ ഓമിന് വേണ്ടിയുള്ള റേഞ്ചിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയം ഒരു സെറ്റ് ഓഫ് വാല്യൂസ്, ഇപ്പോൾ 100 ഓം മുതൽ ഒരു 500 ഓം വരെയുള്ള റേഞ്ചിൽ ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്ത് വാല്യൂസ് ഡിറ്റർമിൻ ചെയ്ത് നോക്കണം. എന്നാൽ നമുക്കൊരു ആക്യുറേറ്റ് വാല്യൂ ഇവിടെ കിട്ടത്തുള്ളൂ. ബട്ട് നമ്മളിപ്പോൾ ഇവിടെ 1000 ഓം അല്ലെങ്കിൽ 1 കിലോ ഓമിന് വേണ്ടിയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് മാത്രമായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റിപ്പിൾ ഫാക്ടർ വിത്ത് ഫിൽറ്റർ കണ്ടുപിടിക്കാം. അടുത്ത സെയിം കോളം തന്നെയാണ് വരുന്നത്. സെക്കൻഡ് കോളം എന്ന് പറയുന്നത് വിത്തൗട്ട് ഫിൽറ്ററിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ സെറ്റിൽ ഫസ്റ്റ് കോളം ലോഡ് റെസിസ്റ്റർ RL, ദെൻ VAC മെഷർ ചെയ്യേണ്ട ഒരു കോളം, ദെൻ VDC മെഷർ ചെയ്യേണ്ട കോളം, ആൻഡ് റിപ്പിൾ ഫാക്ടർ ദാറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ VAC ആൻഡ് VDC. VACയുടെയും VDCയുടെയും ഒരു റേഷ്യോ ആണ് നമ്മൾ R എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദ പ്രൊസീജിയർ ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഹാഫ് വേവ് റെക്ടിഫയർ വിത്ത് ഫിൽറ്ററാണ്. ഫിൽറ്ററോട് കൂടിയ ഒരു ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് സർക്യൂട്ട് ഡയഗ്രം എക്സ്പ്ലെയിൻ ചെയ്തു. ഒന്നുകൂടി സർക്യൂട്ട് ഡയഗ്രം കറക്റ്റായിട്ട് ഒന്ന് നോക്കുക. എന്തൊക്കെ കമ്പോണൻസ് വേണം, അതെല്ലാം നമ്മൾ ലാബിൽ പ്രാക്ടിക്കൽ ചെയ്യുന്ന സമയത്ത് എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. അപ്പോൾ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കണക്ഷൻസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി നമ്മൾ 230 വോൾട്ട് AC വഴി കണക്ട് ചെയ്യാൻ വേണ്ടി 2 പിൻ പ്ലഗ് കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി നമ്മൾ സ്ട്രിപ്പ് ബോർഡ് വെച്ച് ഓൾറെഡി അവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ 230 വോൾട്ട് പ്രൈമറി കണക്ട് ചെയ്യുന്ന ആ ഒരു സർക്യൂട്ടിൽ ഒരിക്കലും ആരും ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം ട്രാൻസ്ഫോമറിൽ ആ ഒരു പാർട്ടിൽ നമ്മൾ ടച്ച് ചെയ്താൽ നമുക്കവിടെ ഷോക്ക് അടിക്കേണ്ട ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഷോക്ക് ഉള്ളതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് കെയർഫുള്ളായിട്ട് തന്നെ നോക്കണം. കാരണം കറക്റ്റായിട്ട് നമ്മൾ പ്രൈമറിയിൽ കൊടുക്കുന്നത് പ്യുവറായിട്ടുള്ള AC ആണ്. അത് 230 വോൾട്ട് AC ആണ് നമ്മൾ ഡയറക്റ്റായിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഷോക്കിൻ്റെ ഒരു ചാൻസസ് ഉണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ സ്ട്രിപ്പ് ബോർഡുമായിട്ട് ഈ ഒരു ട്രാൻസ്ഫോമറിൻ്റെ വയേഴ്സ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോമറാണ് നമ്മൾ അവിടെ ഈ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിപ്പോൾ വച്ചിരിക്കുന്നത്. അപ്പോൾ 2 വയർ നമ്മളവിടെ സ്ട്രിപ്പ് ബോർഡുമായിട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കണക്ഷൻ വരുന്നത് നമുക്ക് ഇവിടുത്തെ ഡയോഡ് കണക്ട് ചെയ്യണം. D എന്ന് പറയുന്നതാണ് ഡയോഡ്. അപ്പോൾ ഡയോഡ് കണക്ട് ചെയ്യണം. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന 1N4007 എന്ന് പറയുന്ന ഒരു ജനറൽ പർപ്പസ് ആയിട്ടുള്ള PN ജംഗ്ഷൻ ഡയോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയോഡ് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് ഡയോഡിൻ്റെ ഒരു പോസിറ്റീവ് എൻഡ് എന്ന ലൈൻ ഇല്ലാത്ത എൻഡാണ് നമ്മൾ പോസിറ്റീവ് എൻഡ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എൻഡ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ഒരു സൈഡിലോട്ടും മറ്റൊരു എൻഡിനെ നമ്മൾ ആ ഒരു ഫ്രീ എൻഡിലോട്ട് ഇപ്പോൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു ലൈൻ വന്നിട്ടുള്ള ആ ഒരു സൈഡിലോട്ടാണ് നമുക്ക് അടുത്ത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആവുന്ന സമയത്ത് അതിൻ്റെ പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ അവിടെ മാർക്കിങ്സ് ഉണ്ടാവും, ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും. അപ്പോൾ അത് വെച്ച് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നോക്കി കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അവിടെ കണക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്ന ഇവിടുത്തെ ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ്. ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററാണ് നമ്മൾ ഈ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഇവിടെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ കണക്ട് ചെയ്തു. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് എൻഡ് നമ്മൾ കണക്ട് ചെയ്ത ആ ഒരു ഡയോഡിൻ്റെ ആ ഒരു ലൈനുള്ള അല്ലെങ്കിൽ ആ ഒരു സിൽവർ മാർക്കിംഗ് ഉള്ള ആ ഒരു പോയിന്റിലോട്ടും കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് എൻഡ് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ മറ്റൊരു എൻഡിലോട്ടും അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണക്ഷൻ കൊടുക്കാതെ വെച്ചിരുന്ന ആ ഒരു എൻഡിലോട്ട് നമ്മളവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആവുന്ന സമയത്ത് നമ്മുടെ അവിടെ ഫിൽറ്റർ സർക്യൂട്ട് ഇപ്പോൾ നമ്മൾ കൊടുത്തു. നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റെക്ടിഫയർ സർക്യൂട്ട് വിത്ത് ഫിൽറ്ററാണ്. ഫിൽറ്ററോട് കൂടി ഒരു റെക്ടിഫയർ സർക്യൂട്ടാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ലോഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു നമുക്കിപ്പോൾ ഒന്നുകിൽ റെസിസ്റ്റൻസ് ബോക്സ് യൂസ് ചെയ്യാം, ഇല്ല നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒറ്റ സെറ്റ് വാല്യൂ മാത്രം മതിയെങ്കിൽ വേണമെങ്കിൽ അവിടെ ഒരു 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റൻസും അവിടെ യൂസ് ചെയ്യാം. പല രീതിയിൽ ആ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾ റെസിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും ആയിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇല്ല നിങ്ങൾ റെസിസ്റ്റൻസ് ബോക്സ് ആണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ 2 വയേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ കപ്പാസിറ്ററിനെ അക്രോസ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു റെസിസ്റ്റൻസ് ബോക്സ് അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതിലോട്ടിനി ഈ ഒരു വയർ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഒന്നാമത്തെ വയർ നമ്മൾ കണക്ട് ചെയ്തു. ഒന്നാമത്തെ വയർ നമ്മുടെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ നിന്ന് നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് ബോക്സിലോട്ടാണ് കണക്ട് ചെയ്തത്. ഇനി ആ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് നിന്നും നമ്മൾ എന്ത് ചെയ്തു, ഒരു വയർ നമ്മളവിടെ ആ റെസിസ്റ്റൻസ് ബോക്സിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ബോക്സ് അല്ലെങ്കിൽ നമ്മുടെ ലോഡ് റെസിസ്റ്റർ RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റർ നമുക്ക് അവിടെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഈ ഒരു കപ്പാസിറ്റർ നമുക്ക് കണക്ട് ചെയ്യും. നമ്മളവിടെ നേരത്തെ ഒരു സെറാമിക് കപ്പാസിറ്റർ എടുത്ത് വെച്ചു. അത് നമുക്ക് അവിടുത്തെ VAC മെഷർ ചെയ്യാനാണ് നമ്മളവിടെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു VAC മെഷർ ചെയ്യാനായിട്ട് എടുക്കുന്ന കപ്പാസിറ്ററിൻ്റെ ഒരു എൻഡ് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്ത ആ ഒരു പോയിന്റിലോട്ടാണ് നമ്മളിവിടെ കണക്ട് ചെയ്യുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, നമ്മൾ ആ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്ത ആ ഒരു പോയിന്റിലോട്ട് സെറാമിക് കപ്പാസിറ്റൻ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു എടുക്കാൻ പോകുന്ന സെറാമിക് കപ്പാസിറ്ററിൻ്റെ ഒരെണ്ണം കണക്ട് ചെയ്യുന്നു. മറ്റൊരു എൻഡെന്ന് പറയുന്നത് നമ്മൾ ആ സ്ട്രിപ്പ് ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രീ ടെർമിനലിലോട്ട് ജസ്റ്റ് ഒന്ന് സോൾഡർ ചെയ്ത് വെച്ചിരുന്നാൽ മതി. അവിടെയാണ് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് യൂസ് ചെയ്തിട്ട് റെഡ് പ്രോബ് യൂസ് ചെയ്തിട്ട് അവിടെ VAC നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പാസിറ്റർ ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അവിടെ നമ്മൾ ആ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിലോട്ട് നമ്മുടെ ആ ഒരു സെറാമിക് കപ്പാസിറ്ററിൻ്റെ ഒരു ലെഗ് കണക്ട് ചെയ്തു. മറ്റൊരു ലെഗ് ഇപ്പോൾ ഇരിക്കുന്നത് ഒരു ഫ്രീ എൻഡിലോട്ടാണ്. ഇനി ഇതെല്ലാം കറക്റ്റായിട്ടും സോൾഡർ ചെയ്യുക. ഓരോ കമ്പോണൻസും കണക്ഷൻസ് കൊടുക്കുന്ന സമയത്ത് അവിടെ സോൾഡർ ചെയ്യാനായിട്ട് കറക്റ്റ് ഓർക്കണം. ഓക്കെ, കറക്റ്റ് സോൾഡർ ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. അതുകൊണ്ട് കറക്റ്റായിട്ട് സോൾഡർ ചെയ്യുക. ബ്രെഡ് ബോർഡ് യൂസ് ചെയ്യുന്നവർ കറക്റ്റായിട്ട് ആ പിൻസിൽ ബ്രെഡ് ബോർഡ്സിൻ്റെ പിൻസിൽ കറക്റ്റായിട്ട് ഇത് ഇൻസേർട്ട് ആയിരിക്കുന്നുവെന്ന് ഉറപ്പ് വരുത്തേണ്ടതുമാണ്. നമ്മൾ സോൾഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ പാർട്ടും സോൾഡർ ചെയ്തു. എല്ലാ ടെർമിനൽസും കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് ഉറപ്പ് വന്നുവെന്ന് ഉറപ്പ് വരുത്തുക.
ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും സോൾഡറിങ് അപ്ലൈ ചെയ്തു. അപ്പോൾ സോൾഡറിങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിലോട്ട് ഈ ഒരു VAC എവിടെ മെഷർ ചെയ്യാൻ പറ്റും, VDC എവിടെ മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളവിടെ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ VAC മെഷർ ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മൾ സെറാമിക് കപ്പാസിറ്ററിൻ്റെ ഒരു ടെർമിനൽ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫ്രീ ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു VACയുടെ മെഷർമെൻറ്റ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മൾട്ടിമീറ്ററിന് 2 ടെർമിനൽസാണ് വരുന്നത്. മൾട്ടിമീറ്ററിന് ഒരു പോസിറ്റീവ് ടെർമിനലുണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലുണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഉണ്ട്. ആ പ്രോബിന് നമുക്ക് ഗ്രൗണ്ട് ടെർമിനൽ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ടെർമിനലായിരിക്കും നമ്മൾ കോമൺ ഗ്രൗണ്ടിൽ വയ്ക്കുന്നത്. ഇതിൻ്റെ കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു പോയിൻ്റാണ് നമ്മളിതിൻ്റെ കോമൺ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിമീറ്ററിൻ്റെ ബ്ലാക്ക് പ്രോബ് ഫിക്സ് ചെയ്യേണ്ടത്. മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് നമുക്ക് ആ ഒരു റെഡ് പ്രോബ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ VACയുടെ വാല്യൂ കിട്ടും. ഇനി ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ നമുക്കിനി അവിടെ VDC മെഷർ ചെയ്യണം. അപ്പോൾ VDC മെഷർ ചെയ്യുന്ന ഈ ഒരു ടെർമിനലായിരിക്കും നമ്മളിപ്പോൾ ആ ഹൈലൈറ്റ് കാണിക്കുന്ന ആ ഒരു പോയിന്റിലാണ് നമുക്ക് VDC മെഷർ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഏകദേശം അത് നമ്മുടെ ഈ ഒരു റെസിസ്റ്റൻസ് ബോക്സിൻ്റെ ഒരു ടെർമിനലായിട്ട് വരും. ഓക്കെ, റെസിസ്റ്റൻസ് ബോക്സും നമ്മുടെ സെറാമിക് കപ്പാസിറ്റർ ജോയിൻ ചെയ്യുന്ന പോയിന്റ്, ഡയോഡ് ജോയിൻ ചെയ്യുന്ന പോയിന്റ്, ആൻഡ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ജോയിൻ ചെയ്യുന്ന പോയിന്റ്, ഇങ്ങനെ 3 പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ആ റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? VDCയുടെ മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ VAC എവിടെ മെഷർ ചെയ്യാൻ പറ്റും, VDC എവിടെ മെഷർ ചെയ്യാൻ പറ്റും നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിൽ മൾട്ടിമീറ്റർ നമുക്കിനി മെഷർമെൻറ്റ്സിനായിട്ട് എടുക്കണം. അപ്പോൾ മൾട്ടിമീറ്ററിൽ മെഷർമെൻറ്റ്സിന് നമുക്ക് VAC മെഷർ ചെയ്യാനുണ്ട്, VDC മെഷർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ നോക്കുമ്പോൾ തന്നെ അതിൽ ലെഫ്റ്റ് സൈഡിൽ ആ വോൾട്ടേജിൻ്റെ അവിടെ ഒരു പോസിറ്റീവിൻ്റെയും നെഗറ്റീവിൻ്റെ ഒരു സൈൻ കാണാൻ പറ്റും. പോസിറ്റീവ് നെഗറ്റീവ് വെച്ചാൽ ഒരു ഡോട്ടഡ് ലൈനും ഒരു സ്ട്രെയിറ്റ് ലൈനും. ശരിക്കും അതവിടെ സൂചിപ്പിക്കുന്നത് ലെഫ്റ്റ് സൈഡാണ്. അതായത് ഒരു 200 മില്ലി, 2000 മില്ലി, 20, 200, 1000 എന്ന് പറഞ്ഞ് പോയിരിക്കുന്ന ആ ഒരു റേഞ്ചിൽ ആ ഓഫിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഇടത് സൈഡിൽ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ അവിടുത്തെ DC മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന സൈഡാണ്. ആൻഡ് ഇപ്പോൾ ആ ഒരു നോബ് ഇരിക്കുന്ന ആ ഒരു സൈഡിൽ നിന്ന് 200, 750 എന്ന് പറയുന്ന ആ ഒരു ടെർമിനൽ അവിടെ നമുക്ക് Vയുടെ കൂടെ വോൾട്ടേജിൻ്റെ സൈൻ്റെ കൂടെ ഒരു ആ ACയുടെ സിമ്പിളോട് കാണാൻ പറ്റും. അതെന്ന് പറയുന്ന AC മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെർമിനലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഞ്ച് അങ്ങോട്ട് വേരി ചെയ്യായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ VAC മെഷർ ചെയ്യുന്ന സമയത്ത് ആ ഒരു നോബ് കറക്റ്റായിട്ട് ആ ഒരു വോൾട്ടേജ് AC മെഷർമെൻറ്റ്സിലോട്ട് ഇടുക. ദെൻ അത് VDC മെഷർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ നോബ് തിരിച്ചെന്ത് ചെയ്യുക? ലെഫ്റ്റ് സൈഡിലോട്ട് ആ ഒരു വോൾട്ടേജ് റേഞ്ചിലോട്ട്, DC വോൾട്ടേജ് റേഞ്ചിലോട്ട് മാറ്റിയിടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമുക്കത് കറക്റ്റായിട്ട് വാല്യൂസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മൾട്ടിമീറ്ററിൻ്റെ ബ്ലാക്ക് പ്രോബ് കോമൺ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് അതിനെ പിടിച്ചുകൊള്ളുക, കറക്റ്റായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ കോമൺ ഗ്രൗണ്ടിലാണ് അതിനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ വാല്യൂസ് മെഷർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ലോഡ് റെസിസ്റ്റർ നമ്മളിവിടെ ഫിക്സ് ചെയ്തിരിക്കുന്ന 1000 ഓം ആണ്, അല്ലെങ്കിൽ 1 കിലോ ഓമിനാണ് നമ്മളിപ്പോൾ ലോഡ് റെസിസ്റ്റേഴ്സ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ടാബ്ലറ്റ് കോളത്തിൽ 1000 കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് ബോക്സിൽ നിന്ന് ആ ഒരു 1000 ഓം നമ്മളവിടെ നിന്ന് അൺപ്ലഗ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. ദെൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് VAC മെഷർ ചെയ്യണം. ദെൻ VDC അവിടെ നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കണം. ദെൻ നമ്മളിവിടെ നിന്ന് ഈ ഒരു 1000 ഓമിൻ്റെ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 1000 ഓമാണ് ഇപ്പോൾ നമുക്കവിടെ എഫക്റ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് കീ ആണോ റിമൂവ് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? ആ ഒരു സർക്യൂട്ടിൽ അവിടെ എഫക്റ്റീവായിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ 1000 ഓമിൻ്റെ കീ ആണ് ഞാനിപ്പോൾ റിമൂവ് ചെയ്ത്. സോ അവിടെ 1000 ഓമാണ് ഇപ്പോൾ അതിൽ നിൽക്കുന്നത്. 1000 ഓം അല്ലെങ്കിൽ നമുക്ക് 1 കിലോ ഓം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു റേഞ്ച്. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ സർക്യൂട്ട് ഓൺ ചെയ്യുക. സർക്യൂട്ട് ഓൺ ചെയ്യുന്ന ട്രാൻസ്ഫോമർ, നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി ഓൺ ചെയ്യണം. പ്രൈമറി നമ്മൾ വോൾട്ട് സോക്കറ്റിലായിരിക്കും കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലാബിൽ നിങ്ങൾ പവർ ഔട്ട്ലെറ്റിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയം ശ്രദ്ധിക്കണം, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഒരു പ്രൈമറിയിൽ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിൽ ഒരിക്കലും ടച്ച് ചെയ്യാനായിട്ട് പാടില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം? ഷോക്ക് കേൾക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. സോ അത് കെയർഫുള്ളായിട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് എന്ത് ചെയ്യണം? നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ആ ഒരു റെസിസ്റ്റൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പവർ സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പവർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് സർക്യൂട്ടിൽ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വോൾട്ടേജ് മെഷർ ചെയ്യാം. അപ്പോൾ ആദ്യം മെഷർ ചെയ്യാൻ പോകുന്ന VAC ആയിരിക്കും. അപ്പോൾ VAC മെഷർ ചെയ്യാൻ പോകുന്നു ഈ ഒരു മൾട്ടിമീറ്ററിൻ്റെ റെഡ് പ്രോബ് കൊണ്ടുവന്ന് ഞാനിപ്പോൾ കാണിക്കുന്ന ആ ഒരു പോയിന്റിലോട്ട്, അതായത് ആ ഒരു സെറാമിക് കപ്പാസിറ്ററിൻ്റെ ഫ്രീ എൻഡ് നമ്മൾ ഒരിടവും കണക്ട് ചെയ്യാതെ വെറുതെ ആ സ്ട്രിപ്പ് ബോർഡിൽ മാത്രം കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോയിന്റിലോട്ട് അവിടെ കാണിക്കുക. ഇപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 വോൾട്ടാണ്. 0.7 വോൾട്ടാണ് നമുക്കവിടെ VACയുടെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളൊരു സർക്യൂട്ടിൽ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് അവിടുത്തെ AC വോൾട്ടേജ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 0.7 ആണ് കിട്ടുന്നത്. കാരണം മാക്സിമം വരുന്ന ആ ഒരു AC വോൾട്ടേജിനെയും നമ്മുടെ ആ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ ബൈപ്പാസ് ചെയ്തിടും. അങ്ങനെ നമുക്ക് DC മാത്രമായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 0.7 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? AC കമ്പോണൻറ്റ് ഇവിടെ നമുക്ക് വരുന്നുള്ളൂ.
ഇനി അടുത്തതായിട്ട് ഇത് നമ്മുടെ ടാബ്ലർ കോളത്തിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ VACയുടെ കോളത്തിൽ 0.7 അവിടെ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത് മെഷർ ചെയ്യേണ്ടത് VDC ആണ്. അപ്പോൾ അതിനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് VDCയുടെ അതിലോട്ട് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് VDC മെഷർ ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു പോയിന്റിലോട്ടാണ്, ആ ഒരു റെസിസ്റ്റൻസ് ബോക്സിൻ്റെ ഒരു എൻഡിലോട്ട്. ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്ന ആ ഒരു എൻഡിലോട്ടാണ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ വി ഗോട്ട് ദ വാല്യൂ ഓഫ് VDC. ഓക്കെ, VDC വാല്യൂ കിട്ടും. VDC നമുക്ക് അവിടെ കിട്ടുന്നത് 16.1 വോൾട്ട് എന്നാണ്. അപ്പോൾ 16.1 വോൾട്ടാണ് നമുക്കിപ്പോൾ അവിടെ VDC ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടാബ്ലർ കോളത്തിൽ നോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്രൗണ്ട് നമ്മൾ മാറ്റുന്നില്ല, ഗ്രൗണ്ട് എപ്പോഴും നമ്മളവിടെ ഫിക്സഡ് ആയിട്ട് തന്നെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് എപ്പോൾ ചെയ്താലും ഒരേ പോയിന്റ് തന്നെ വെച്ചിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യണം, ആ VDCയും VACയും നമ്മൾ മാറി മാറി മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. ഇനി അപ്പോൾ ഈ ഒരു വാല്യൂ അവിടെ നമ്മുടെ ടാബ്ലർ കോളത്തിൽ നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തത് RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റർ 1000 ഓമിനാണ്. അപ്പോൾ VAC 0.7ഉം VDC 16.1 വോൾട്ടുമാണ് കിട്ടിയത്. ഇനി നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് R-ൻ്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാം. ഇത് രണ്ടിൻ്റെയും റേഷ്യൂസ് ആയിരിക്കും R എന്ന് പറയുന്നത്. എക്സ്പെരിമെൻറ്റ് ഇനിയും ഒരുപാട് വാല്യൂസിന് വേണ്ടി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. 1000 മാത്രം ചെയ്താൽ പോരാ, 100 മുതൽ ഒരു 5000 വരെ ഇങ്ങനെ റേഞ്ചസിൽ വേരി ചെയ്ത് മാറ്റി മാറ്റി ചെയ്ത് നോക്കുക. എന്നിട്ട് മീൻ R അവിടെ എടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെറ്റ് എക്സ്പെരിമെൻറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ ഈ ഒരു ഫിൽറ്ററിനെ റിമൂവ് ചെയ്യണം. ഫിൽറ്റർ ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് ഇനി അടുത്ത് എന്ത് ചെയ്യേണ്ടത്, ട്രിപ്പിൾ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Now we are moving to the second part of the experiment, that is the half-wave rectifier without filter. Okay, calculation of the triple factor of the half-wave rectifier without filter. Filter യൂസ് ചെയ്യാതെ ഒരു half-wave rectifierൻ്റെ റിപ്പിൾ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഒരു വേരിയേഷനും വരുത്തിയിട്ടില്ല, എല്ലാം നമ്മൾ റിമൂവ് കപ്പാസിറ്റർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, റിമൂവ് ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നൗ വി ആർ മൂവിങ് ടു ദ സെക്കൻഡ് പ്രൊസീജിയർ. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇനി നമ്മൾ നേരെ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പവർ ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇവിടുത്തെ ഇരിക്കുന്ന ഈ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ഒന്ന് ഡീസോൾഡർ ചെയ്യണം. സോൾഡറിങ് അതിന് യൂസ് ചെയ്ത് ഡീസോൾഡർ ചെയ്യുക. ബ്രെഡ് ബോർഡ് യൂസ് ചെയ്യുന്നവർ അതിനെ പതുക്കെ അൺപ്ലഗ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഡീസോൾഡർ ചെയ്യുന്നു. ഡീസോൾഡർ ചെയ്തിട്ട് പതിയെ ആ ഒരു കപ്പാസിറ്ററിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കപ്പാസിറ്റർ റിമൂവ് ചെയ്തു. ഇനി വീണ്ടും നമുക്ക് നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം, പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതാണ് നമ്മുടെ ടാബ്ലർ കോളം. നേരത്തെ അതിൽ ടാബ്ലർ കോളം തന്നെ ഇവിടെ നമ്മൾ 1000 ഓമാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെരിമെൻറ്റ് വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 1000 ഓം അവിടെ നേരത്തെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും മാറ്റം വരുത്തണ്ട. ഇനി ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് നമുക്കിനി ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുത്തെ VAC മെഷർ ചെയ്യുക. നമ്മൾ ഒരു പ്രോബ് യൂസ് ചെയ്തിട്ട് VAC മെഷർ ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വോൾട്ടേജ് കാണിക്കുന്നുണ്ട് 7.5 ആണ് VAC. അപ്പോൾ നമ്മൾ ഫിൽറ്റർ റിമൂവ് ചെയ്ത സമയത്ത് VACയുടെ വാല്യൂ ഇവിടെ കൂടി, AC കൂടി. അപ്പോൾ ഫിൽട്രേഷൻ കുറഞ്ഞിട്ടുണ്ട്, അതാണ് ACയുടെ വാല്യൂ കൂടിയത്. ഇനി അതേപോലെ തന്നെ അടുത്ത് എന്ത് ചെയ്യണം, ഇവിടുത്തെ VDCയുടെ വാല്യൂ മെഷർ ചെയ്ത് നോക്കുക. VDCയുടെ കോളം, ഇപ്പോൾ VAC നമ്മൾ ഫില്ല് ചെയ്തു. അടുത്തിനി VDC മെഷർ ചെയ്യണം. ദാറ്റ് ഈസ് VDC മെഷർ ചെയ്യാനായിട്ട് പ്രോബ് മാറ്റി വയ്ക്കുക. അപ്പോൾ പ്രോബ് നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് ബോക്സിൻ്റെ അങ്ങോട്ട് വയ്ക്കുകയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ബോക്സിൽ വയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 5.7 വോൾട്ട് എന്നാണ്. അപ്പോൾ ഇതാണ് അവിടുത്തെ VDCയുടെ വാല്യൂ. അങ്ങനെ ഞാൻ VDCയുടെ വാല്യൂവും VACയുടെ വാല്യൂവും നമ്മുടെ ഈ ഒരു ടാബ്ലർ ക്ലോത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. 1000 ആയിരുന്നു നമ്മളിവിടെ ഇട്ട ലോഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ VAC നമുക്ക് കിട്ടിയത് 7.5 ആണ്. VDC കിട്ടിയത് 5.7 ആണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വിത്തൗട്ട് ഫിൽറ്ററുമാണ്. നമ്മുടെ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 2 സെറ്റ് വാല്യൂസും എടുത്തു. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, നമ്മുടെ ഒബ്സർവേഷൻസിലോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഒബ്സർവേഷനിൽ നമ്മൾ ഒന്നാമത്തെ ടു സ്റ്റഡി ദ വേരിയേഷൻ ഓഫ് റിപ്പിൾ ഫാക്ടർ വിത്ത് ഫിൽറ്റർ ആയിരുന്നു. അവിടെ നമുക്ക് RACയുടെ വാല്യൂ കിട്ടുന്നത്, R-ൻ്റെ വാല്യൂ കിട്ടുന്ന VAC ഡിവൈഡ് ബൈ VDC, R-ൻ്റെ വാല്യൂ റിപ്പിൾ ഫാക്ടർ ഈസ് ഈക്വൽ ടു 0.043 എന്നാണ് കിട്ടുന്നത്. ആൻഡ് സെക്കൻഡ് കോളം എന്ന് പറയുന്നത് എന്താണ്, ടു സ്റ്റഡി ദ വേരിയേഷൻ ഓഫ് ദ റിപ്പിൾ ഫാക്ടർ വിത്തൗട്ട് ഫിൽറ്റർ. ഫിൽറ്റർ യൂസ് ചെയ്യാത്ത സമയത്തുള്ള വാല്യൂ, ദാറ്റ് ഈസ് R-ൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത് 1.317 എന്നാണ്. ഓക്കെ, അപ്പോൾ റിപ്പിൾ ഫാക്ടർ നമുക്ക് ഒരു കുറവ് വാല്യൂ കിട്ടുന്നത് ഫിൽറ്റർ യൂസ് ചെയ്യുന്ന സമയത്തും, ഫിൽറ്റർ യൂസ് ചെയ്ത സമയത്ത് നമുക്കവിടെ ട്രിപ്പിൾ ഫാക്ടറിൻ്റെ വാല്യൂ വളരെ കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കണ്ടക്ട് ഉള്ളത്. നൗ വി ആർ മൂവ് ടു ദ റിസൾട്ട് ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്. ദ റിപ്പിൾ ഫാക്ടർ ഓഫ് ദ റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ A വിത്ത് ഫിൽറ്റർ ഈസ് ഈക്വൽ ടു 0.043 ആൻഡ് വിത്തൗട്ട് ഫിൽറ്റർ ഈസ് ഈക്വൽ ടു 1.3157. അപ്പോൾ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പിൾ ഫാക്ടർ കണ്ടുപിടിക്കാനും ഒരു ഹാഫ് വേവ് റെക്ടിഫയർ കൺസ്ട്രക്ട് ചെയ്യാനും മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക്സ് ഫോർ വാച്ചിങ്.